പിതാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. പുത്രനായ ദൈവമേ, അവിടത്തേക്ക് ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയോട് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ദൈവവചന ശ്രവണത്തിനായി ലോകം മുഴുവനും കാത്തിരിക്കുന്ന ദൈവജനത്തിലേക്ക് അവിടുത്തെ തിരുവചന സന്ദേശം ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും 100 മേനി ഫലമുളവാക്കുവാനും അങ്ങ് തന്നെ അനുഗ്രഹിക്കണമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇന്നു നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം ദൈവഭയത്തെ കുറിച്ചിട്ടാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൽ നിന്ന്, ദൈവവുമായ ബന്ധത്തിൽ നിന്ന് സംസിദ്ധമാകുന്ന ഒരു അനുഗ്രഹമാണ് ദൈവഭയം എന്ന് പറയുന്നത്. ഒരു വ്യക്തി മറ്റുള്ള വ്യക്തികളുടെ ഭാരം, ദുഃഖം, വേദന, പ്രയാസം, ആവലാദികൾ ഏറ്റെടുത്തുകൊണ്ട് കണ്ണുനീരോടെ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ ദൈവം സ്നേഹസമ്മാനമായി കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ് ദൈവഭയം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി മറ്റുള്ളവരുടെ സങ്കടങ്ങൾ ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ ദൈവം കൊടുക്കുന്ന ഒരു സ്നേഹ സമ്മാനമാണ് ദൈവഭയം എന്ന് പറയുന്നത്. വിശുദ്ധരെ വിശുദ്ധരാക്കി തീർക്കുവാൻ, സഭയുടെ സ്നേഹപൂർണമായിരിക്കുന്ന ഉപകരണങ്ങളാക്കി മാറ്റുവാൻ ദൈവം അവരെ തിരഞ്ഞെടുക്കുകയാണ്. വചനം പറയുന്നു, പ്രഭാഷകന്റെ പുസ്തകം 34 അധ്യായം 11 തിരുവാക്യം. അതിപ്രകാരമാണ്: കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാകുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയില്ല. അവിടെ നിന്നാണ് അവിടുത്തെ പ്രത്യാശ. കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാകുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയില്ല. അവിടെ നിന്നാണ് അവൻ്റെ പ്രത്യാശ. പ്രത്യാശ മുഴുവൻ, അവൻ്റെ സർവസ്വവും ദൈവത്തിൽ അർപ്പിക്കുവാൻ കഴിയുന്നത് ദൈവഭയമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കൂ. ദൈവഭയം എന്ന് പറയുന്നത് അപകട സമയത്തുണ്ടാകുന്ന ഒരു പേടി, ഭയം, ആകുലത അല്ല. പാപത്തുകളിൽ നിന്ന്, പാപഭീതികളിൽ നിന്നുണ്ടാകുന്ന ഒരു ഭയം അതുമല്ല. നരക പീഡകളെ കുറിച്ചുള്ള ഭയം അതുമല്ല. പിന്നെ എന്താണ് ദൈവഭയം എന്ന് പറയുന്നത്? നമ്മെ എപ്പോഴും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മെ എപ്പോഴും പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മുടെ കാര്യത്തിൽ നമ്മേക്കാൾ കൂടുതൽ ശ്രദ്ധാലുവായ ദൈവത്തിൻ്റെ സ്നേഹാദരവിനെ ഓർത്തുകൊണ്ട് മനസ്സിൽ വരുന്ന സങ്കടം, വേദന, അതാണ് ദൈവഭയം എന്ന് പറയുന്നത്. ദൈവത്തെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എൻ്റെ മനോഭാവം കൊണ്ടോ ഞാൻ ദൈവത്തെ വേദനിപ്പിക്കുമോ? അതിൽ നിന്നുണ്ടാകുന്ന ആ ശാന്തമായ ഭയത്തെയാണ് ദൈവഭയം എന്ന് പറയുന്നത്. കുറച്ചുകൂടി വ്യക്തമായി ആഴത്തിലേക്ക് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ദൈവഭയം എന്ന് പറഞ്ഞാൽ തിന്മയെ വെറുക്കലാണ്. ഒരു കോംപ്രമൈസുമില്ല. തിന്മയെ വെറുക്കുന്നതാണ് ദൈവഭയം എന്ന് പറയുന്നത്. സുഭാഷിത പുസ്തകം 3:7 നാം വായിക്കുന്നു: ജ്ഞാനി എന്ന് സ്വയം ഭാവിക്കരുത്, കർത്താവിനെ ഭയപ്പെട്ട് തിന്മയിൽ നിന്ന് അകലുക. ജ്ഞാനി എന്ന് നീ ഭാവിക്കരുത്, മറിച്ച് കർത്താവിനെ ഭയപ്പെട്ട് തിന്മയിൽ നിന്ന് മാറുക. നമുക്ക് കാണാമല്ലോ ചില വ്യക്തികൾ തിന്മയുടെ വഴികളിൽ നിന്ന് വിട്ടുമാറുന്നത്. ചില ഗ്യാങ്ങുകളിൽ അവർ പോകില്ല, ചില കൂട്ടായ്മകളിൽ പങ്കെടുക്കില്ല,
കാരണം അവർ പോയി കഴിഞ്ഞാൽ തിന്മയിൽ അകപ്പെടുമെന്ന് അവർക്ക് ഉറപ്പുള്ള ചില ചങ്ങാതിത്വങ്ങൾ വേണ്ടെന്ന് വെക്കുന്നു, ചില മമതകൾ വേണ്ടെന്ന് വെക്കുന്നു, ചില കൂട്ടുകെട്ട് വേണ്ടെന്ന് വെക്കുന്നു. സുഭാഷിതം 14:16 നാം വായിക്കുന്നു, വിവേകി ജാഗ്രതയോടെ തിന്മയിൽ നിന്ന് അകന്നു ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിവേകി ജാഗ്രതയോടെ തിന്മയിൽ നിന്നും, തിന്മ പ്രവർത്തിക്കുന്നവരിൽ നിന്നും, തിന്മ ചിന്തിക്കുന്നവരിൽ നിന്നും, ആ കൂട്ടുകെട്ടിൽ നിന്ന് വിട്ടുമാറുകയാണ്. അതാണ് ദൈവഭയമുള്ളവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, സുഭാഷിതം നമ്മോട് പറയുകയാണ്, ബോഷന് വീണ്ടും വിചാരമില്ല, മാത്രവുമല്ല അവർ പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ദൈവഭയമുള്ള ഒരാളോ, അവൻ കർത്താവിനെ ഭയപ്പെട്ട് എല്ലാ തിന്മകളിൽ നിന്ന് വിട്ടുമാറാൻ അവൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ജെറുസലേം ഭജന കൂടാരത്തിൽ ധ്യാനത്തിൽ കൂടാൻ വന്ന ഒരു അപ്പച്ചൻ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. പക്ഷേ എനിക്ക് മദ്യപാനത്തിൽ നിന്നും പുകവലിയിൽ നിന്ന് വിട്ടുമാറാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ചില കൂട്ടുകെട്ടുകളാണ് എന്നെ അതിന് നിർബന്ധിക്കുന്നത്. ധ്യാനത്തിൻ്റെ ആരംഭ ദിവസമാണ്. കുമ്പസാരം കഴിഞ്ഞ് അഭിഷേക ആരാധന കഴിഞ്ഞ് എൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞത് ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ അച്ഛ, എൻ്റെ എത്ര വലിയ സുഖം തരുന്ന കൂട്ടുകെട്ടാണെങ്കിലും ആ മദ്യത്തിൻ്റെ കൂട്ടാളികളിൽ നിന്നും, ആ സിഗരറ്റ് സമ്മാനിക്കുന്ന ആ സുഖത്തിൽ നിന്നും വിട്ടുമാറാൻ എനിക്കിന്ന് ധൈര്യമുണ്ട് അച്ഛ. 4 മാസം കഴിഞ്ഞിട്ടും ആ തിന്മയുടെ കൂട്ടുകെട്ടുകളിലേക്ക് പോകാത്ത ഒരു നല്ല അപ്പച്ചൻ്റെ ഓർമ്മ എൻ്റെ മനസ്സിൽ വരികയാണ്. തിന്മയെ വെറുക്കുക, തിന്മയിൽ നിന്ന് വിട്ടുമാറുക, തിന്മ സമ്മാനിക്കുന്ന ആ മമതകളിൽ നിന്നും കൂട്ടായ്മ വിട്ടുമാറാൻ സാധിക്കണമെങ്കിൽ ദൈവഭയം ഉണ്ടാകണം. തിന്മയെ വെറുക്കലാണ് ദൈവഭയം എന്ന് പറയുന്നത്. 2, ദൈവഹിതം നിറവേറ്റലാണ് ദൈവഭയം എന്ന് പറയുന്നത്. പരിശുദ്ധ കന്യാമറിയം നസറസിലെ കൊച്ചു വീട്ടിൽ മുട്ടുകുത്തി പറഞ്ഞില്ലേ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എന്നെ നിറവേറട്ടെ. അന്നു മുതൽ ആ അമ്മയുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കുക. ദുഃഖത്തിൻ്റെ, വേദനയുടെ, പരിഹാസത്തിൻ്റെ മുൾമുടി ചുമന്നുകൊണ്ടാണ് പരിശുദ്ധ അമ്മ തൻ്റെ യാത്ര തുടരുന്നത്. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങൾ പരിപുഷ്ടമാക്കും. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം നിറവേറ്റും. അവിടുത്തെ പ്രമാണങ്ങൾ പരിപുഷ്ടമാക്കി തീർക്കും. ഒരിക്കൽ പരിശുദ്ധ കന്യാമറിയം അമ്മയും സഹോദരന്മാരും പുറത്തു വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർ വന്ന് പറഞ്ഞില്ലേ, ഇതാ അമ്മയും സഹോദരന്മാരും പുറത്തു നിൽക്കുന്നു. ഈശോ പറഞ്ഞില്ലേ, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരൻ? ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയും. ദൈവഭയം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് ദൈവഭയം അഭ്യസിക്കുന്നവർ. 3-ാമതായി വചനം പറയുന്നു, ജ്ഞാനത്തിൻ്റെ ആരംഭമാണ് ദൈവഭയം എന്ന് പറയുന്നത്. ജ്ഞാനം, ദൈവത്തെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം, താല്പര്യം. പ്രിയപ്പെട്ടവരെ, ഒരു സ്ഥലത്ത് ഒരു കൺവെൻഷൻ നടക്കുന്നു, ഒരു ധ്യാനം നടക്കുന്നു, നല്ലൊരു വചന പ്രഘോഷണം വന്നിരിക്കുന്നു. ഈ സമയങ്ങളെല്ലാം അവർ ദൈവിക ജ്ഞാനം, ദൈവഭയത്തിൻ്റെ ആരംഭമാണ്. അവരാണ് അവിടേക്ക് കടന്നു ചെല്ലുന്നത്. അവരിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. 4-ാമതായി വചനം പറയുന്നുണ്ട്, കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയാണ്. അവൾ സദ്ഫലങ്ങൾ കൊണ്ട് ഭൂമിയെ നിറയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയാണ്. അവൾ സദ്ഫലങ്ങൾ കൊണ്ട് ഭൂമിയെ നിറയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ,
ദൈവത്തെ അറിയാൻ, സ്നേഹിക്കാൻ, ദൈവത്തിന് സാക്ഷ്യം നൽകാനായിട്ടുള്ള വലിയ അഭിലാഷമാണ് ദൈവഭയത്തിന് ദൈവം സമ്മാനിക്കുന്നത്. നാലാമതായി, ദൈവഭയമുള്ളവർ ആനന്ദത്തിൻ്റെ മകുടങ്ങളായിരിക്കും. ആനന്ദത്തിൻ്റെ മകുടങ്ങളായിരിക്കും. പരിശുദ്ധ കന്യാമറിയം പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ലൂക്കയുടെ സുവിശേഷം 1:47, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അത് വെറൊരു സന്തോഷമല്ല, ആരും എടുത്തു കളയാത്ത, ആർക്കും മാറ്റിക്കളയാൻ പറ്റാത്ത ഒരു ആത്മീയമായ ആനന്ദമാണത്. രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന്. അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലവുമാണ്. നാം വായിക്കുന്നുണ്ട്, കർത്താവിൻ്റെ വലിയതായിരിക്കുന്ന തിരുവചന പുസ്തകത്തിൽ നാം വായിക്കുന്നു. ഹബക്കൂക്കിന്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യത്തെ നാം വായിക്കുന്നു. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ല എങ്കിലും, ഒലിവ് മരങ്ങൾ കായ്ക്കുന്നില്ല എങ്കിലും, ആറ്റിൻ പറ്റം ആലയിൽ അറ്റുപോയാലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും. ജീവിതത്തിൽ സുഖം വരട്ടെ, ദുഃഖം വരട്ടെ, നമ്മെ അംഗീകരിക്കട്ടെ, നമ്മെ തിരസ്കരിക്കട്ടെ, വചനം പറയുന്നു, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കും. പ്രിയപ്പെട്ടവരെ, ആനന്ദത്തിന്റെ മണിമകുടങ്ങളായി തീരുവാൻ ദൈവഭയമുള്ള വ്യക്തികൾക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ സമയം ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നു, നിന്റെ ജീവിതത്തിന്റെ വാക്കുകളിലും പ്രവൃത്തികളിലും ദൈവഭയം, പരിശുദ്ധാത്മന ദാനമായ ഈ ദൈവഭയം നാം അഭ്യസിച്ചാൽ ദൈവത്തിന്റെ വലിയ സ്നേഹിതരായി മാറാൻ നമുക്ക് സാധിക്കും. ദൈവഭയം നമ്മുടെ മന്ദതയെ ഇല്ലാതാക്കി തീർക്കും. അസ്ഥിരമായ സ്വഭാവത്തെ ഇല്ലാതാക്കി തീർക്കും. ദൈവഭയം അഭ്യസിക്കുന്നവർക്ക് എപ്പോഴും തീക്ഷ്ണതയോടെ, ജാഗ്രതയോടെ ദൈവിക കാര്യങ്ങൾ വ്യാപൃതമാകാൻ, ദൈവത്തിന്റെ സാക്ഷികളായി തീരുവാനായിട്ടുള്ള വരമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമുക്ക് തരിക. മാത്രവുമല്ല, പ്രാർത്ഥന ഭക്തി നിർഭരമാക്കി മാറ്റും. ധാരാളം പേര് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പക്ഷെ ഭക്തിയോടെ പ്രാർത്ഥിക്കാൻ, സ്നേഹത്തോടെ പ്രാർത്ഥിക്കാൻ, നിരന്തരമായി പ്രാർത്ഥിക്കാൻ, എന്ത് സംഭവിച്ചാലും ദൈവത്തെ കെട്ടിപ്പിടിച്ച് ദൈവത്തെയും ദൈവാലയത്തോട് ചേർന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥന ഭക്തിയോടെ നിർവഹിക്കാൻ നമ്മളിപ്പോൾ വചനം വായിക്കുന്ന ധാരാളം ആളുകൾ കാണാറുണ്ട്. ചില ആളുകൾ ദൈവവചനം എടുക്കുമ്പോൾ അതൊന്ന് ചുംബിച്ച്, ദൈവമേ ഇതിൻ്റെ പൊരുളെല്ലാം മനസ്സിലാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ. ഇപ്പോൾ ഷാലോൺ ടിവിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് വളരെ ശ്രദ്ധയോടെ ചില പുസ്തകങ്ങളിലെടുത്ത് ചില കാര്യങ്ങൾ കുറിച്ചെടുക്കുന്ന ചില വ്യക്തികളെ ഞാൻ കാണുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന ഭക്തി നിർഭരമായി തീരണമെങ്കിൽ ദൈവഭയം നമ്മളിൽ ഉണ്ടാകണം. വീണ്ടും ചില ചപലമായ സ്വഭാവത്തെ ദൈവഭയം നിയന്ത്രിക്കും. ധ്യാനാരൂപി എപ്പോഴും നിലനിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. ചപലമായ സ്വഭാവം നമ്മൾ കാണാറുണ്ടല്ലോ. ഈ ആട്ടിൻകുട്ടികൾ ഇങ്ങനെ ചാടി 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 ഇങ്ങനെ ഓരോന്ന് തിന്ന് ഇങ്ങനെ പോകാണ്. ഒരു സ്ഥിരതയില്ല, ചപലമായ സ്വഭാവം. ഇപ്പൊ പലരും പല നല്ല നല്ല ആഗ്രഹങ്ങൾ ഓരോ ഹൃദയത്തിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെച്ചു തരുന്നുണ്ട്. ആ ആഗ്രഹത്തെ തീരുമാനങ്ങളാക്കി മാറ്റാൻ സാധിക്കണമെങ്കിൽ, നമുക്കുണ്ടാകുന്ന നല്ല നല്ല പ്രചോദനങ്ങളെ ദൈവഹിത പ്രകാരം പ്രായോഗികമാക്കാൻ സാധിക്കണമെങ്കിൽ ദൈവഭയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ചപലമായ സ്വഭാവത്തെ അത് നിയന്ത്രിക്കും. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ സ്ഥിരതയോടെ ഇരുന്ന് പഠിക്കാനായിട്ട്, ജോലി ചെയ്യുന്നവർ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യാൻ, ശുശ്രൂഷ ചെയ്യുന്നവർ വിശുദ്ധിയോടെ ശുശ്രൂഷ ചെയ്യാൻ, അതിനുള്ള കൃപയാണ് പ്രിയപ്പെട്ടവരെ ദൈവഭയത്തിലൂടെ ദൈവം നമുക്ക് സമ്മാനിക്കുന്നത്. മാത്രമല്ല, ആദരവോടെ ദൈവാലയത്തിൽ പോകാനും വലിയ സ്നേഹത്തോടെ ദൈവ ആരാധന പങ്കെടുക്കാനും ദൈവഭയമുള്ളവർക്ക് സാധിക്കും.
ചില ആളുകളെ കാണാറുണ്ട് ഞാൻ, ദൈവാലയത്തിൽ വന്നു കഴിഞ്ഞാൽ ഇടം വലം തിരിയാതെ സക്രാരിയിലേക്ക് മാത്രം കരങ്ങൾ കൂപ്പി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർ. അപ്പൻ്റെയും അമ്മയുടെയും അടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ. എന്തൊരു ഭക്തിയോടെയാണ്! വിശുദ്ധ ബലി ആരംഭിക്കുന്നതിനേക്കാൾ മുൻപേ അവർ ദൈവാലയത്തിൽ എത്തുന്നു. കുരിശടയാളം വരച്ച് സാഷ്ടാംഗം പ്രണമിച്ച് കരങ്ങൾ കൂപ്പി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മൾ കാണണം പ്രിയപ്പെട്ടവരെ. ഓരോ ദിനം തോറും നമ്മുടെ ദൈവാലയത്തിൽ വരുന്ന ദൈവ ഭയം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന അനേകം മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. യെരൂശലേം വചന കൂടാരത്തിൽ ഓരോ വെള്ളിയാഴ്ചകളിലും കടന്നു വരുന്ന ദൈവമക്കളുടെ ഭയം എന്നെ പോലും അമ്പരിപ്പിച്ചിട്ടുണ്ട്. കാരണം ആദരവോടെ ദൈവാലയത്തിൽ വന്ന് ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവാരാധന നടത്തി പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന ആത്മീയമായ ആനന്ദം, സ്വർഗീയമായ ആനന്ദം ഞാൻ നിറക്കണ്ണുകളോടെ ചിലപ്പോഴെങ്കിലും നോക്കി നിൽക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, മന്ദതയെ ഉച്ചാടനം ചെയ്യാൻ, പ്രാർത്ഥനയെ ഏറ്റവും ഭക്തി നിർഭരമാക്കാൻ, ചപലമായ സ്വഭാവത്തെ നിയന്ത്രിക്കാൻ, ധ്യാനാരൂപിയോടെ വ്യാപരിക്കാൻ, ദൈവ സാന്നിധ്യത്തോടെ വ്യാപരിക്കാൻ, എവിടെ പോയാലും എന്ത് ചെയ്താലും ദൈവം എന്നെ കാണുന്നുണ്ട്, ദൈവം എന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ശക്തി എന്നിൽ ഉണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിച്ച് നീങ്ങുന്ന വ്യക്തികളാണ് ദൈവ ഭയമുള്ളവർ എന്ന് മനസ്സിലാക്കുക. സാധാരണ മനുഷ്യരുടെ സ്വഭാവം മറ്റുള്ളവരുടെ തിന്മകൾ കാണുക, മറ്റുള്ളവരിൽ കുറ്റം ആരോപിക്കുക. ദൈവഭയമുള്ളവർ അപ്രകാരം ചെയ്യില്ല. മറ്റുള്ളവരുടെ തിന്മ കാണുക, എപ്പോഴും നെഗറ്റീവായ കാര്യങ്ങൾ, ദോഷൈക ദൃക്കുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ദൈവഭയമുള്ളവർക്ക് മറ്റുള്ളവരിൽ തിന്മ കാണുവാൻ സാധ്യമല്ല. നന്മ കാണുവാനായിട്ടുള്ള ഉൾക്കണ്ണാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് തുറന്നു കൊടുക്കുക. ഒരിക്കൽ പുസ്തകത്തിൽ വായിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്, 2 ബാഗ് പിടിച്ച് ആളുകൾ മുന്നോട്ട് നീങ്ങുന്നു. മുന്നിലത്തെ ബാഗിൽ മറ്റുള്ളവരുടെ തെറ്റുകൾ, പിന്നിലത്തെ ബാഗിൽ സ്വന്തം കുറവുകൾ. നമ്മൾ നേരെ മുന്നിലുള്ളത് കാണുക. പറയുന്നു, മുന്നിലുള്ള ഈ ബാഗ് നിറയുകയാണ്, പിന്നിലുള്ള ബാഗിൽ കാണാൻ പറ്റുന്നില്ല. നമ്മളെപ്പോഴും മറ്റുള്ളവരിലേക്കാണ് നോക്കുന്നത്. നീ ചെയ്തത് ശരിയായില്ല, നീ പറഞ്ഞത് ശരിയായില്ല, നിന്റെ നടത്തം ശരിയായില്ല, നിന്റെ വസ്ത്രധാരണ ശരിയായില്ല. മറ്റുള്ളവരെ നോക്കി വിധിക്കുകയാണ് ദൈവഭയം ഇല്ലാത്തവർ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കും തെറ്റുകളുണ്ട്, കുറവുകളുണ്ട്, പോരായ്മകളുണ്ട് എന്ന് ചിന്തിക്കാനും ഓർക്കാനും തിരുത്താനും സാധിക്കുന്നത് ദൈവഭയത്തിൻ്റെ അളവ് നമ്മിൽ വർദ്ധിക്കുമ്പോഴാണ്. ഓർക്കണേ, വിശ്വാസം എന്നത് ഒരു സവിശേഷമായ ഒരു ശ്വാസമാണ് എന്ന് പറയാം. പ്രാണവായു ശരീരത്തിന് ആവശ്യമുള്ളത് പോലെ തന്നെ ആന്തരികമായ ജീവനെ നിലനിർത്താൻ വിശ്വാസം നമുക്ക് ആവശ്യമാണ്. ആന്തരികമായ ജീവനെ നിലനിർത്താൻ വിശ്വാസം നമുക്ക് ആവശ്യമാണ്. വിശ്വാസം നമ്മിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആസ്റ്റർ മെഡിസിറ്റിയിൽ നിന്ന് ഒരു ഭാര്യയും ഭർത്താവും ഇവിടെ വരികയുണ്ടായി. അവരുടെ ലങ്സിൽ ഗ്രോത്ത് ട്യൂമറാണ്. അതുകൊണ്ട് കുത്തിയെടുത്ത് പരിശോധന നടത്തണം, എക്സ്റേ എടുക്കണം. അവർ അവിടെ നിന്ന് വിളിച്ചു, അച്ഛാ ഞങ്ങൾക്കൊന്ന് അവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കണമല്ലോ. അവർ ജെറൂസലം വചന കൂടാരത്തിലെ സ്വർഗീയ വിരുന്ന് നടക്കുന്ന ഒരു ദിവസം വരികയാണ്, അവസാനത്തെ ശനിയാഴ്ച.
വിശുദ്ധ കുർബാന കഴിയുമ്പോഴേക്കും അവർ അവിടെ എത്തിച്ചേർന്നു. പീസ് പറഞ്ഞു, ഈശോ എടുത്ത കൈകൾ കൊണ്ട് എൻ്റെ ഭാര്യ സൗമ്യയെ ഒന്ന് അനുഗ്രഹിക്കുക അച്ഛാ. ഞാൻ കരങ്ങൾ നീട്ടി അവളെ അനുഗ്രഹിച്ചു. ഉടനെ ജപമാലയായിരുന്നു. ഏത് പ്രതിസന്ധികളിലും നമ്മെ സഹായിക്കാൻ നമുക്ക് അയച്ചിരിക്കുന്ന അമ്മയോട് പ്രാർത്ഥിച്ചോട് പറഞ്ഞു നടക്കുന്ന ജപമാല പ്രദക്ഷിണത്തിൽ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ സംബന്ധിക്കുക. മാതൃസ്വരൂപം ആഘോഷമായി ദീപങ്ങൾ കത്തിച്ചു വെച്ചുകൊണ്ട് ആയിരങ്ങൾ പങ്കെടുക്കുന്ന ജപമാല പ്രദക്ഷിണം വന്ന് അവസാനം ദിവ്യകാരുണ്യ ആസ്വാദം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ അവിടെ പക്കലേക്ക് ചെന്ന് രണ്ടുപേരുടെയും ശിരസിൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. ദൈവമേ, നിന്നിൽ വിശ്വസിച്ച് ഇവിടെ വന്ന ഈ മക്കൾക്ക് ഇവിടെ വിശ്വാസത്തിന് അനുഗുണമായ ഒരു ഫലം നൽകണമേ. ഇവിടെ കണ്ണുനീര് തുടച്ചു മാറ്റണമേ. ദിവ്യ വൈദ്യനും ഔഷധവുമായ യേശുവേ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് ഒരു അത്ഭുത സാക്ഷിയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ചെറിയ പ്രാർത്ഥന കടലാസും ഒരു മധുരവും അവർക്ക് കൊടുത്തു. ഞാൻ പറഞ്ഞു, ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ തുടർച്ചയായി ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് യാത്രയാക്കുക. അവർ അവിടെ ചെന്നു. ഞായറാഴ്ച മുഴുവൻ ഈ പ്രാർത്ഥനയിൽ അവർ ആമക്തരായിരുന്നു. തിങ്കളാഴ്ച അവർ എക്സ്റേ എടുത്തു, സ്കാൻ എടുത്തു. വൈകുന്നേരം എന്നെ വിളിച്ചറിയിക്കുകയാണ്, എൻ്റെ ഭാര്യ സൗമ്യയുടെ ലങ്സിൽ അങ്ങനെ ഒരു ഗ്രോത്തിൻ്റെയോ ട്യൂമറിൻ്റെയോ ഒരു കണിക പോലും കാണുവാനില്ല എന്നാണ് ഡോക്ടർ സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ നോക്കുക, ശക്തമായ വിശ്വാസം ഒരുവന് കിട്ടുന്നത് ആഴമായ ദൈവഭയത്തിൽ നിന്നാണ്. തൽഫലമായി അനേക മക്കൾ ദൈവത്തിൽ വിശ്വസിക്കുവാനും ആ വിശ്വാസം പ്രഘോഷിച്ചതിൻ്റെ ഫലമായി ആ കുടുംബം മുഴുവൻ വലിയ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരാൻ ഇടയായിത്തീരുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസം ആന്തരിക ജീവനെ വളർത്തുന്നു, പരിപുഷ്ടമാക്കി തീർക്കുന്നു. ചരിത്രത്തിൽ നാം വായിക്കുന്നു, ഈജിപ്തിലെ വിശുദ്ധ മറിയം 23 വർഷക്കാലം വ്യഭിചാരം എന്ന ദുർഭൂതത്തിന് അടിമയായിരുന്നു അവൾ. വിശുദ്ധ മാറ്റ്ഡാൽബോത്ത് സമയം മുഴുവൻ മദ്യപാനത്തിൽ കഴിഞ്ഞുകൂടിയ വ്യക്തിയായിരുന്നു. ദൈവത്തിൽ വിശ്വസിച്ച് ദൈവഭയം കടന്നു വന്നപ്പോൾ ആത്മാവിലും പാപത്തിലും തുളച്ചു കയറുന്ന വിഷമുള്ളികളാണ് ഈ പാപജീവനമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ബോധ്യം കൊടുത്തു. യേശുവിന് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന് വിശ്വസിച്ചു. അവർ മാനസാന്തര ജീവിതത്തിൽ കടന്നു വന്നു. ഏറ്റവും വലിയ ഔഷധമായ, ഏറ്റവും വലിയ വൈദ്യനായ യേശുവിൻ്റെ സന്നിധി ദീർഘസമയം ചെലവഴിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, കൽക്കരി കട്ട പോലുള്ള ആ പാപജീവിതങ്ങളെ കഴുകി അനുതാപത്തിന്റെ കണ്ണുനീർ കൊണ്ട് കഴുകി വേദനയോടെ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ലോക സുഖങ്ങളിൽ വിട്ടുമാറാനും ഒരു വിശുദ്ധമായ ജീവിതം നയിക്കാനും ദൈവം അവർക്ക് കൃപ നൽകി. ഇന്ന് ഈ ദിവ്യ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന അനേക മക്കളിലും മാനസാന്തരത്തിന്റെ ഫലം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നോട് പറയാൻ ആവശ്യപ്പെടുന്നു, ഈശോയ്ക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു പാപവുമില്ല. യേശുവിന് കഴുകാൻ പറ്റാത്ത ഒരു പാപക്കെടുതികളുമില്ല. യേശുവിനെ നിന്നെ വീണ്ടെടുക്കാൻ സാധിക്കും. നമുക്കും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു നടക്കാം. കുരിശിൽ കിടന്നുകൊണ്ട് ആ നല്ല കള്ളൻ പറഞ്ഞില്ലേ, നിനക്ക് ദൈവത്തെ പോലും ഭയമില്ലേ? കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. ദൈവമേ, ദൈവഭയത്തിന്റെ പാതയിലൂടെ ഞങ്ങളെ നയിക്കണമേ. ദൈവഭയം അഭ്യസിച്ചുകൊണ്ട് തിന്മയെ വിട്ടുപേക്ഷിച്ച് ദൈവഹിതം നിറവേറ്റി ആത്മീയ ജ്ഞാനത്തോടെ ആനന്ദത്തിന്റെ മകുടമായി കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ജീവിക്കുവാനുള്ള
വരവും കൃപയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.